മുക്കത്ത് സങ്കേതം എന്ന ഹോട്ടലിന്റെ ഉടമ ദേവദാസിന്റെ പീഡനശ്രമത്തെ തുടർന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലാണുള്ളത്. ഇപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെ ആണ് ആ കുട്ടിയുള്ളത്. എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. പരസഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാര്യമായ പരുക്ക് ഏറ്റിട്ടുമുണ്ട്. ഇനിയും ഇടുപ്പലിനാണ് പരുക്ക് പറ്റിയിരിക്കുകയും ചെയ്യുന്നത്. മാസങ്ങളോളം ഈ കട്ടിലിൽ തന്നെ കിടന്നാലാവും പിന്നീട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകളും ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആ കുട്ടി തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അവരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കേൾക്കാം. അന്ന് എന്താണ് സംഭവിച്ചത് ഈ അപകടം പറ്റിയ ദിവസം? അന്ന് ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലെ ഡോറ് അത് സാധാ പോലത്തെ ലോക്കല്ലായിരുന്നു. അത് എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന 2 പേരായിരുന്നു അത് അടച്ചുകൊണ്ടിരുന്നത്. അവരായിരുന്നു താഴെ താമസം, ഞാൻ മുകളിലത്തെ റൂമിലായിരുന്നു. അപ്പോൾ കുറച്ച് ബലമൊക്കെ പ്രയോഗിച്ച് തട്ടി അടക്കേണ്ട ഒരു ഡോറായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ചിട്ട് കിടക്കാനാകുമ്പോൾ വന്ന് അടക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. എനിക്ക് പിറ്റേന്ന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അത് കാരണം ഞാൻ വൈകിയേ കിടക്കുള്ളായിരുന്നു, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളിങ്ങനെ 3 നേരമായിട്ട് ഇങ്ങനെ വന്നു. ഇയർഫോൺ വെച്ചുകൊണ്ടാണെന്ന് തോന്നിയത്, ഒരു സൗണ്ടും കേട്ടിട്ടില്ല. എൻ്റെ റൂമിൻ്റെ ജസ്റ്റ് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു, തുറന്നടക്കുന്ന. അത് കേട്ടിട്ട് റൂമിൻ്റെ തൊട്ടിപ്പുറമാണ് ബാൽക്കണി വരുന്നത്, ആ പാസേജിൻ്റെ നേരെ ഫ്രണ്ടിൽ. അപ്പോൾ ബാൽക്കണിയിലേക്കല്ല ഡയറക്റ്റ് വന്നു. ഒരു മൂലയിലിരിക്കുകയായിരുന്നു ഗെയിം കളിച്ചുകൊണ്ട്. അവിടെ നിന്ന് എണീറ്റപ്പോൾ ഇയാളെയാണ് ആദ്യം കാണുന്നത്. മറ്റ് 2 പേര് എന്നെ തടയുന്ന പോലെ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുക. അവരൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇയാൾക്ക് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആഷ് കളറുള്ള മാസ്ക് ഉണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത്. അതിട്ടിട്ട് എൻ്റെ നേരെ വന്നു. അയാളുടെ കയ്യിൽ ടാപ്പ് ഉണ്ടായിരുന്നു. ടാപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്യാണ്ട് അയാൾ എൻ്റെ നേരെ വന്നിട്ട് അയാൾ ഡയറക്റ്റ് ഞാൻ കരയുന്ന കണ്ടപ്പോൾ തന്നെ അയാൾ ആ വീഡിയോയിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചു, മാനം പോകുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് അയാളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കി എന്നെ. ഞാൻ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാൻ ഇങ്ങനെ അയാളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ അയാൾ ആ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസായിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോഴാണ് റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് അയാളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് അയാൾ എൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. അങ്ങനെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ടാണ് ഞാൻ വീഴുന്നത്. മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റോടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടെല്ലാം ഞാൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നെടുത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചേർഡായിട്ടുള്ള കാലായതാണെന്ന് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്കെ കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചതൊരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്. എന്നാൽ എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പം കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളുടെ വണ്ടി ഉണ്ടായി, അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയത്. അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, മോളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേന്ന്. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല, ഒന്നാമത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട്
അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി ഇവിടെ അകത്ത് കയറി ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെ എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ടാവും, ഒന്ന് മേടിച്ച് തരണം, എൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഫോൺ മേടിക്കാൻ ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു, അതിൽ പിന്നെ ആളെ കണ്ടിട്ടില്ല അവിടെ. അയാൾ എന്നെ അവിടെ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുക്കത്തുനിന്ന് പോലീസ് വരുന്നത്. പോലീസ് വന്നു കഴിഞ്ഞിട്ട് ആരും ഇല്ലാത്ത കാരണം നോക്കില്ല എന്നുള്ള ഇതിലായിരുന്നു. ആരെങ്കിലും പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ അറിയുന്ന എങ്കിലേ നമ്മൾ നോക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. പെട്ടെന്ന് വിളിക്കാൻ പറ്റും, ആരുമില്ല, കൂടെയുള്ള അറിയുന്നവരെല്ലാം പോയിരിക്കുക. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് വരാൻ പുലർച്ചെയാവും എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നിട്ട് പോലീസ് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. അവിടെ നിന്ന് നോക്കുമായിരിക്കും, ആ ഒരു ഇതിലും അങ്ങോട്ട് മാറ്റി. അവിടെ മാറ്റിയിട്ട് ഇത് തന്നെ അവസ്ഥ. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി ബാൻഡേജ് വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല. അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്ന. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു. പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ വാർഡിൽ കിടന്നു. പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഡിസ്ചാർജായിട്ട്. എന്താണ് ഈ ചാടണം എന്നൊരു തീരുമാനം? അത് തൽക്കാലം അവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ടാണോ? ഒന്നും തീരുമാനിക്കാതെ അങ്ങ് ചാടുകയായിരുന്നോ? അയാളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു? എല്ലാ സമയത്ത് എല്ലാവരും പറയും അയാൾ അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ, എന്തിനാ അത് ചെയ്യാൻ നിന്നെ. പറയുന്നവർക്ക് അങ്ങനെ പറയാം. പക്ഷെ ആ ഒരു അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തളർന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇവിടെ നിന്ന് തളർന്ന് വീണിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. ബോധം പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. ഓടി രക്ഷപ്പെടാൻ വഴിയില്ല. 3 പേരെ എനിക്ക് എന്തായാലും തടുക്കാൻ പറ്റില്ല. എന്നിട്ട് അപ്പം തന്നെ ആ സമയത്തൊന്നും വിചാരിച്ചില്ല, ചത്താലും കുഴപ്പമില്ല, അയാളുടെ ഇതിൽ പോയില്ല ഞാൻ. അങ്ങനെ തന്നെ ഞാൻ ചാടിയപ്പോൾ ആ സമയത്ത് മൈൻഡിൽ വേറെ ഒന്നും പോയില്ല. എങ്ങനെയാണ് ഇയാളുടെ ഈ സ്ഥാപനത്തിലേക്ക് എത്താനൊരു സാഹചര്യമുണ്ട്? അത് എത്ര നാൾ മുമ്പാണ് ജോയിൻ ചെയ്തത്? ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് ശരിയായില്ല. വിസിറ്റിംഗ് കഴിഞ്ഞ ഉടനെ എനിക്ക് വരേണ്ടി വന്നു. അപ്പോൾ എന്നെ അമ്മയാണെന്നുണ്ടെങ്കിലും കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടെ. പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ അതൊരു ഭയങ്കര കടമൊക്കെ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർക്കണം. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അവൾക്ക് പോകാനിരുന്ന ജോലിയാണ്, പക്ഷെ അവൾ ദുബായിൽ വേറെ കിട്ടിയിട്ട് പോയി. ആ സമയത്ത് എനിക്ക് ഈ ജോലി കിട്ടുന്നത്. അങ്ങനെ ഇയാളെ പരിചയപ്പെട്ടു. അവളുടെ അടുത്ത് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ദുബായിൽ, ഇതെന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു. മുമ്പേ നമ്മൾ ചോദിക്കുമല്ലോ അയാൾ മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ഞാനുണ്ടാവും. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇയാൾ സംസാരിച്ചു. എനിക്ക് 1 വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ആ സമയം മുതൽ ഇത് തുറക്കുന്നത്, അതായത് ഡിസംബർ 22 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വേറെ എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട, ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ PSCയുടെ എന്തെങ്കിലും നോക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, ഈ ജോലി തന്നെ ഇതാവും, നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം, അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാനൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാൾ എന്തിനാ ജോലി പോലും ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്നത്. അയാൾക്ക് എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ കാണുന്നത്. പിന്നെ അവളുടെ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവും എല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാൾ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന്, അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുന്നത് എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് മേടിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്, അതൊരു 1,00,000 രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോലിക്ക് കയറുന്നതിന് കുറച്ച് നാൾ മുമ്പേ സാലറിയിൽ നിന്ന് പിടിച്ചോ എന്നുള്ളതൊരു വീടിൻ്റെ ഒരു ജപ്തിയുടെ കേസായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് പത്രത്തിൽ വരും, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ
പൈസ അടക്കാതെ വേറെ വഴിയില്ല. 1,00,000 രൂപ ഷോർട്ട് വന്നായിരുന്നു. അത് അയാളടുത്ത് പറഞ്ഞു. അയാൾ 1,00,000 രൂപ തന്നിട്ട് അത് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ 40,000 ഞാൻ തിരിച്ചടച്ചു. ബാക്കി 60 കൂടെ അടക്കണം എന്നുള്ളത് കാരണം എനിക്ക് 30,000 ആയിരുന്നു സാലറി. അതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. അത് അടച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യേനെ അറിയിച്ചിട്ട് ഇനി നിൻ്റെ പൈസയും തരില്ല, ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ വന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. പൈസ കൊടുക്കണം എന്നുള്ളത് കാരണം ഞാനത് കൊടുത്തു തീർക്കിയത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അവിടെ നിന്ന് എന്തിനാന്ന്. എനിക്ക് അവിടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരുള്ളപ്പോൾ അയാൾ എന്നെ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. അവർ പോയപ്പോഴാണ് അയാൾ എൻ്റെ നേരെ വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ച അയാൾ നന്നായി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരിത്. ഇയാളുടെ ഒരു ട്രാക്ക് എപ്പോഴാണ് മോശമായി തുടങ്ങിയത്? ഇത് ആദ്യം വളരെ പിതൃ സഹജം എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ വന്നത്, അച്ഛനാന്നൊക്കെ പറഞ്ഞു, അങ്കിൾ എന്നൊക്കെ വിളിച്ചു. അത് എപ്പോഴാണ് മോശമായി തുടങ്ങിയത്? ആദ്യം ജോലിക്ക് ചെന്ന ശേഷമാണോ? അല്ല, ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം മുമ്പ് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. അപ്പോൾ മുതൽ ഇയാൾ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതെല്ലാം ജോലിയുടെ കാര്യം പറയണം. അവിടുത്തെ ഓരോ അപ്ഡേഷൻസ് പറയും. ഇന്നിവിടെ ഇന്ന വർക്കാണ് ചെയ്തത്. അങ്ങനെ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മേനെ വിളിക്കും. എനിക്ക് പിന്നെ ഇടയ്ക്ക് ശല്യമായിട്ട് തോന്നി. കാരണം 3 നേരമൊക്കെ വിളിക്കുന്നു. അതും പറഞ്ഞ കാര്യം തന്നെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മേനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എടുക്കല്ലേ. അമ്മ പറഞ്ഞു എന്താ പ്രശ്നം എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, അയാൾ പറഞ്ഞ കാര്യം. അമ്മ പറഞ്ഞു പ്രായമായിട്ടുള്ള ആളല്ലേ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ സപ്പോർട്ടില്ല. ഈ ഒരു പ്രോപ്പർട്ടി തുടങ്ങുന്നതിന് എനിക്ക് ആരും സപ്പോർട്ടില്ല. എനിക്കാകെ എൻ്റെ സപ്പോർട്ട് ഒരു മെൻ്റലി എനിക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത് മോള് മാത്രമാണ്. അതാണ് ഞാൻ മോളോട് എല്ലാ കാര്യവും പറയുന്നത്. അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഓരോ ഫയല് കാര്യങ്ങളൊക്കെ ഇത് ഇന്ന് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് തരുമായിരുന്നു. ഞാൻ ഒരു ഫോൾഡർ ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1 വർഷത്തെ അയാൾ അയച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ജോലി ബേസായിട്ടായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പതിയെ വഴി മാറി തുടങ്ങിയില്ലേ? അപ്പം മുതൽ എതിർക്കാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയാണ്? അതിനു മുമ്പ് തന്നെ ഒരു സൂചന കിട്ടിയിരുന്നു ഇയാൾ ഈ പോക്കിലേക്കാണ് പോകുന്നത്? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇയാൾ നല്ലത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് തോന്നുന്നതാണോ, ഞാൻ അയാളെ തെറ്റിദ്ധരിക്കുന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നി. കാരണം ഒരു പ്രായമായിട്ടുള്ള ഒരാൾ കണ്ടാലും ഒരു ഇതായിട്ട് നല്ല സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു, എല്ലാം അറിഞ്ഞ് ചെയ്തു തരുന്നു. അപ്പോൾ എനിക്കങ്ങനെ സംശയമായിട്ടൊന്നും ആദ്യം തോന്നിയില്ല. പിന്നെ ഈ മോശം രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പിന്നെ ഉറപ്പായി. അങ്ങനെ അപ്പോൾ ജോലിക്ക് കയറുന്നതിന് കുറച്ച് മുമ്പേ ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ വെച്ചു മെസ്സേജ് മാത്രമല്ലേ ഉള്ളൂ. ആൾ കള്ളു കുടിക്കാറുണ്ട് ഡെയിലി. കുടിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷെ എന്നെ കാണുമ്പോൾ ആൾ നീറ്റാ. മോളെ എന്നൊക്കെ വിളിച്ച് നല്ല മര്യാദയ്ക്ക് എന്തെങ്കിലും സാധനം തരുമ്പോൾ പോലും കൈ പിടിക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആൾ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് സംശയിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആവുന്നതെന്ന് വെച്ചാൽ എന്നെ ഫുള്ള് കമ്മിറ്റ്മെൻറ്റിൽ കൊണ്ടിടുക, പൈസയുടെ ഇത്. അപ്പോൾ എനിക്കൊന്നും ഊരിപ്പോരാൻ പറ്റാത്ത ഇതാക്കി തീർത്തിട്ട് പിന്നെ അയാളുടെ സ്വഭാവം കാണിക്കുക. കണ്ണട തരുന്നു, ഫോൺ വാങ്ങി തരുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇടയ്ക്ക് അതൊക്കെ അവിടെ എൻഗേജ്ഡ് ആക്കി ഇടാൻ വേണ്ടിയായിരിക്കും. അതെ, ഫോൺ അയാൾ വാങ്ങിത്തരുന്നതാണ്. ഞാൻ ചോദിച്ചു സാർ എന്തിനാ, എനിക്ക് ഐഫോണൊന്നും എനിക്ക് ഇഷ്ടമല്ല സാർ. അപ്പം പറഞ്ഞു അല്ല, എൻ്റെ സീനിയർ സ്റ്റാഫ്, എൻ്റെ ആദ്യത്തെ സ്റ്റാഫാണ്. എൻ്റെ ആദ്യത്തെ സ്റ്റാഫിന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണിത്, അങ്ങനെ കണ്ടാൽ മതി, അതാണ് ഈ ഫോൺ തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ കണ്ണടയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് അയാൾ എന്നെ 13 മണിക്കൂറൊക്കെ സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് ജോലി ചെയ്യിപ്പിക്കുക. എനിക്ക് ഈ സിസ്റ്റം നോക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് കണ്ണിന്. അങ്ങനെ ഞാൻ മാറിയിരിക്കുകയും തലവേദന കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാം. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഡോക്ടർ ഒരു മൈനർ സർജറി ചെയ്താലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനത് എന്നേലും പൈസയുള്ളപ്പോൾ ചെയ്യുന്ന വെച്ചിരുന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മെഡിക്കൽ ചിലവൊക്കെ ഞാൻ തന്നെയാണ് നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് അയാൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് ഇതാക്കുന്നത്. അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇയാളുടെ ഭാര്യയോട് പറയാൻ ശ്രമിച്ചു? ഈ ഭാര്യയെ പറ്റിയൊക്കെ ചാറ്റിലൊക്കെ പലപ്പോഴും പറയുന്നുണ്ടല്ലേ? അയാളുടെ ഭാര്യ, ഞാൻ ആദ്യം അവിടെ ജോയിൻ ചെയ്യുന്ന ദിവസം അയാൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഭാര്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാവ സ്ത്രീയായിരുന്നു. എനിക്ക് പാവം തോന്നുമായിരുന്നു അവരെ കാണുമ്പോൾ. ആദ്യമൊക്കെ അവരുടെ അടുത്ത് പറയണമെന്ന് ഓവറാകുമ്പോൾ എനിക്ക് തോന്നും ഇവരുടെ അടുത്ത് പറയണം. പിന്നെ ഞാൻ കാരണം ഒരു കുടുംബം തകരണ്ടല്ലോ, മാക്സിമം നോക്കാം, സഹിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ച് നിന്നതാണ്. പിന്നെ അത്രയും ആളെന്നും അയാളുടെ ഭാര്യേനെ പറ്റി നെഗറ്റീവ് പറയും. എന്നോട് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് പോലെ വിളിക്കും അയാൾ എന്നും ഡെയിലി രാവിലെ.
അതിലും അയാളുടെ ഭാര്യേനെ പറ്റിയാണ് കുറ്റം പറയുന്നത്. പക്ഷെ ഞങ്ങൾ 3 പേരോടൊക്കെ 3 പേരായിട്ട് ഇരിക്കുമ്പോൾ രാത്രിയൊക്കെ ഭാര്യേനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊക്കെ ഇയാൾ പറയും. ഒന്നിനും കൊള്ളില്ല, അങ്ങനെയുള്ള രീതിയിൽ അയാളുടെ ഭാര്യേനെ പറ്റി അയാൾ സംസാരിക്കാറുണ്ട്. ഇതിനുശേഷം പിന്നീട് പുള്ളി ജോലി നിർത്തി പോരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അല്ലേ? ഒരു തവണയാണോ ജോലി? അല്ല, ഞാൻ 2 വട്ടം ഞാൻ വീട്ടിലേക്ക് വന്നു ഇങ്ങനെ പ്രശ്നമായിട്ട്. ആദ്യത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ ഒരു ടൂറിന് എന്തോ പോയി, ഭാര്യയായിട്ട് അയാൾ ടൂറിന് പോകുന്നു. ടൂറിന് പോയടുത്തുനിന്ന് അയാൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ താല്പര്യമുണ്ട്, ഫിസിക്കൽ റിലേഷന് താല്പര്യമുണ്ട്, എന്നെ അങ്ങനെ അങ്കിളായിട്ട് മാത്രം കാണണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് അയച്ചേക്ക് വാട്സപ്പിൽ, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം ഇയാൾ എൻ്റെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു, അവളെ വിടരുത്, അവളെ പിടിച്ചു നിർത്ത്, പോകാൻ വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവരാ. അവർ പറഞ്ഞു എനിക്ക് ഇത്രയും മോശം ഉണ്ടായിട്ട് നീ പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവരും പോകാൻ നോക്കുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കണ്ട, നീ സേഫ് അല്ല എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഇറങ്ങി, ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇയാൾ കുറേ സോറി പറഞ്ഞ മെസ്സേജ്, ഇയാൾ പറയുക ഇയാൾക്ക് അസുഖമില്ല, അസുഖമാണ്, ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും, ഇയാൾക്ക് എന്തോ പൈൽസിൻ്റെ അസുഖമാണ്, അതിന് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ അത് ഫുള്ള് ബ്ലഡിൽ കുതിർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വരേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ പറഞ്ഞു അല്ല, നീ വരാതെ ഞാൻ ഡോക്ടറെ കാണില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാം എനിക്ക് സർജറി ചെയ്യണം, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല, മാനേജ് ചെയ്യാൻ ആരുമില്ല, അവൾ മാത്രമേ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ലോക്കലായിട്ടുള്ള സ്റ്റാഫാണ്, അവളോട് വരാൻ പറയണം, അല്ലെങ്കിൽ ഹോട്ടലിന് അതിന് പ്രശ്നമാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ എന്നോട് പറഞ്ഞത് നീ പോ. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല, അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ഒരു അമ്മയോട് എനിക്ക് അങ്ങനത്തെ എനിക്ക് തോന്നിയില്ല അമ്മേനെ അത് പറഞ്ഞ് സങ്കടപ്പെടുത്താൻ. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ പറഞ്ഞു വിട്ടെ. അവിടെ വരെ പോകുന്നു, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കി ഇതാക്കുമായിരുന്നു. അങ്ങനെ അയാൾ അങ്ങനത്തെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, കുറേ കരഞ്ഞ് കാല് പിടിച്ച് ഞാനിനി അധികം നാളൊന്നും ഉണ്ടാവില്ല മോളെ, പിന്നെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യരുത്, മോളും കൂടെ പോയാൽ എനിക്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കയറി ചാവുകയല്ലാതെ വേറെ വഴിയില്ല, ഹോട്ടലിൽ പൂട്ടും, എൻ്റെ 6 കോടി നഷ്ടമാവും, ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഹോട്ടലാണ്, മോളും ഉണ്ടായിരുന്നതല്ലേ ഈ 1 വർഷം, എല്ലാം ഞാൻ മോളെ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലേ കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര സെൻറ്റിമെൻ്റൽ ഇതായിട്ട് എന്നോട് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, എൻ്റെ മോളാണ് ദൈവമാണ് സത്യം, എൻ്റെ 2 പെൺമക്കളുണ്ട്, അതിൽ 3ാമത്തെ മോളെ പോലെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നെ പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അയാൾ ആ വാടക വീട്ടിലേക്ക് വന്നിട്ട് ഇയാൾ എൻ്റെ കാല് തൊട്ടു, കാലിൽ വീണു. ഞാൻ എന്നിട്ട് ഇങ്ങനെ മാറി, അയ്യോ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ നല്ല മോളെ എനിക്ക് തെറ്റു പറ്റിപ്പോയി, മാപ്പ് എന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് ഒരു 5,000 രൂപ എന്തോ അയച്ചു തന്നു. ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല ഇത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റിനാ. ഞാൻ പറഞ്ഞു പൈസ കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് ഇല്ലാതാവുമോ, ഇനി നിങ്ങൾ പെരുമാറ്റം നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ പ്രശ്നം ക്ലിയറായി. അതിൽ പിന്നെ അയാളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 2 ബോയ്സ്. ഞങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചെയ്തു തരുന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ 3 പേർക്കും. ഞങ്ങളുടെ എല്ലാവരും കോമൺ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നൊക്കെ അയാൾ അറിഞ്ഞു. ഒരു ദിവസം ഇയാളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഇടയ്ക്ക് രാത്രി ബീച്ചിലൊക്കെ പോകാറുണ്ടായിരുന്നു. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ അറിഞ്ഞാൽ പ്രശ്നം, അതുകൊണ്ടൊരു 12 മണിക്ക് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോകും. കൂടെയുള്ളവർക്ക് സ്കൂട്ടി ഉണ്ട്, അപ്പോൾ അതിൽ ഞങ്ങൾ 3 പേരും കൂടെ ബീച്ചിൽ പോകുമായിരുന്നു. അവരും വരാറുണ്ട്, ആ 2 പിള്ളേർ അവരും വരാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിലൊക്കെ പോകും, അവരിടയ്ക്ക് ഞങ്ങളെ കാണാനൊക്കെ വരുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇയാളുടെ ഭാഗത്തുനിന്നൊരു മോശം ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതല്ല, വെറുതെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുക, കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അന്ന് രാത്രി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ ഒരു പയ്യൻ ഇങ്ങനെ 2 പേരുണ്ടായിരുന്നു, അവരിങ്ങനെ കാണാൻ വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. ഒരു രാത്രി 12 അന്ന് എനിക്ക് ലേറ്റായിട്ടാണ് ജോലി കഴിഞ്ഞ്.
ഞങ്ങളൊരു 12:30 ആ സമയത്തൊക്കെ ഹോട്ടലിൽ പുറത്ത് സംസാരിക്കുക. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ കണ്ടു. സെക്യൂരിറ്റി കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ടാ, ഞങ്ങൾ സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പോയി. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളവിടെ ഹാളിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളിടയ്ക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഒരു ദിവസം ഇയാളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ 2 ആൺപിള്ളേർ വരുന്നുണ്ട്, അവർ 3 പേരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാളത് എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ സംഭവം ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെൻ്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ അതെങ്ങനെയാണ് ആ വീട്ടിലേക്ക് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവരാൻ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സാലറിയിൽ നിന്നാണ് നിങ്ങൾ ആ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അതിൽ ഇടപെടേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നീ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ വലിയ പതിവ്രതയായിരുന്നല്ലോ, നീ എന്നിട്ട് കണ്ടവന്മാർക്കൊക്കെ കൂടെയൊക്കെ. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിക്കും, ഇത് അയാളുടെ കയ്യിൽ CCTV റെക്കോർഡുണ്ട്, രാത്രി അവർ വന്നതൊക്കെ. ആ സമയത്ത് ഒരു 1:30-2 മണിക്കൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് അതിൽ. അപ്പോൾ ആ റെക്കോർഡ് വെച്ചിട്ട് ഇയാൾ എന്നെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി, ഇതിങ്ങനെ എല്ലാവരെയും കാണിക്കും. ഞാൻ പറഞ്ഞു കാണിച്ചു, എനിക്ക് കുഴപ്പമില്ല, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, ഇനി അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടോ, എനിക്ക് അത്രയും സന്തോഷമായി ഇവിടെ നിന്ന് പോകാനെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഞാൻ ഓൾറെഡി ആ കാര്യം പറഞ്ഞു. അമ്മ ആളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ആ ഒരു സംഭവം പറഞ്ഞിട്ട് എന്തിനാ മോശം രീതിയിൽ സംസാരിക്കുന്ന അവളുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞു അല്ല അങ്ങനെയല്ല, അവൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേറെ മോശമായിട്ടൊരു ഇതും ഉണ്ടായിട്ടല്ല. അതിപ്പോൾ എൻ്റെ മോളാണെന്നുണ്ടെങ്കിലും അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെയാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാനെന്ന് പറഞ്ഞ് നടക്കുന്നത്, അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഇഷ്യൂ അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയും നീ നമ്മൾ ചോദിച്ചാൽ മാത്രം ഒന്നും ചെയ്യില്ല തരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മോശമായിട്ട് ഞാൻ പറഞ്ഞു സാർ എന്തിനിങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെ വെച്ച് ആ ഒരു പ്രശ്നമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പിന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോളെ സോറി അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. ഇതന്നെ ഇയാൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതേ ഡയലോഗാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ എന്നിട്ട് പിന്നെ പറഞ്ഞു എങ്കിൽ എൻ്റെ പൈസ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു, കടം തന്ന പൈസ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ തരുമല്ലോ, ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ, ഓൾറെഡി 2 മാസം കൊണ്ട് ഞാൻ 40,000 തന്നു, പിന്നെ ഒരു 60 കൂടെ എനിക്ക് 2 മാസം കൂടെ വേണം സമയം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു പറ്റില്ല, എനിക്കിത് കിട്ടിയിട്ട് വേണം സ്റ്റാഫിന് സാലറി കൊടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ ആൾ തിരിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും വഴിയില്ല, വേറെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. പിന്നെ അവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും പറ്റിയാലും അവർ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അവരുള്ളപ്പോൾ ഇയാൾ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ജോലിക്ക് പോയിട്ട് കുറച്ച് നേരം ലേറ്റായാൽ പോലും അവരെന്നെ അന്വേഷിച്ച് വരും, ആ ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെയും പോയത്. പിന്നെ അയാൾ പറഞ്ഞു ഇനി നമ്മൾ ഇങ്ങനത്തെ പേഴ്സണൽ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഏത് രാത്രി വേണമെങ്കിലും നിങ്ങൾ പുറത്ത് പോയിക്കോ, നിങ്ങളൊക്കെ പ്രായപൂർത്തിയായ കുട്ടികളല്ലേ, അതൊക്കെ നിങ്ങളെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ, അതിനൊന്നും ഞാൻ ഇടപെടില്ല അങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞു. അങ്ങനെ ആ സംഭവം അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി എങ്ങാൻ നടന്ന സംഭവം, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. അതുമല്ല ഞാൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അത് അരമണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു, അതിലൊരു ആൾ വന്ന ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അതിപ്പോൾ അയാൾ പറയുന്ന ഒരു കഥ ഏതാണല്ലേ, ഈ നിങ്ങളുടെ അങ്ങോട്ട് ആരോ രഹസ്യക്കാർ വരുന്നു, അവരെ കെട്ടിയിടാൻ വേണ്ടിയാണ് ഈ ടാഗൊക്കെ ആയിട്ട് വന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് ഈ കാര്യം സംഭവിച്ചത് അല്ലേ, ഈ നടന്ന സംഭവം? അതെ, അങ്ങനെ അയാൾ പറയുന്നത്. പക്ഷെ അയാൾ എന്നെ പിടിക്കാൻ നേരിട്ട് അയാൾ എന്നെ കയറി പിടിക്കാൻ വന്ന്. ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ? ഇല്ല, ആരും വന്നിട്ടില്ലായിരുന്നു. അത് അവർ വരുന്നതന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് വരുന്നതും പുറത്തു പോകുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളത് തെളിയിക്കട്ടെ, അന്നത്തെ ദിവസത്തെ ആ കാര്യം അയാൾ തെളിയിക്കട്ടെ.
ഈ മറ്റു കുട്ടികളോടുള്ള ഇയാളുടെ സമീപനം എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ വനിതാ ജീവനക്കാരോട്? മൊത്തത്തിലുള്ളവരോട് 6 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂടെയുള്ള 2 പേരോട് മാത്രം ഇയാൾക്ക് ഭയങ്കര വിരോധമായിരുന്നു. എന്ന് വെച്ചാൽ അവരെ പറ്റി എൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ഇയാൾ സംസാരിക്കും. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പം നടന്ന സംഭവമില്ലേ, വിട്ടിരുന്നെങ്കിൽ അത് അന്നേ നടക്കുമായിരുന്നു. അവരെ എന്താ വെച്ചാൽ ഒരു ഹോട്ടലിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അയാൾ തരണം. ഒരു ബെഡ്, ആ പിള്ളേർ തറയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അതിലൊരാൾക്കൊരു മോനുണ്ട്, അവളുടെ ഭർത്താവ് മരിച്ചു പോയതാ. അപ്പോൾ അവർ തറയിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇയാൾ ബെഡ് പോലും അവർക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. അതേസമയം എനിക്ക് ഇയാൾ ബെഡ്, അലമാര, നല്ലൊരു റൂം തന്നെ എനിക്ക് തന്നു ഇയാൾ. എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു, അവരെ റൂമിലൊന്നും കയറ്റരുത്, അവർ റൂമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും, നമുക്ക് സ്റ്റാഫ് വേറെ ഇല്ലാത്ത കാരണം അവരെടുത്തേക്കുന്നത്, അവരുടെ അടുത്ത് മിണ്ടരുത്. പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. എനിക്ക് എല്ലാം തുറന്നു പറയാനും എല്ലാം അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പറഞ്ഞു, നീ ഒരു മാനേജറാണ്, അവരൊരു കഫറ്റീരിയ സ്റ്റാഫാണ്, ആ ഒരു ലെവലിൽ അവരുടെ അടുത്ത് നീ സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെപ്പോഴും ഒന്നിച്ച് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പോകുന്നതാണെങ്കിൽ എന്താണെങ്കിലും അത് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ പിള്ളേരെ പറ്റി അയാൾ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ മോനുള്ളവളെ ഇയാൾ പറഞ്ഞു, അവൾ എവിടെയോ പോയിട്ട് പഴിച്ച് പെറ്റതെന്തോ ആണ്, ഇതൊക്കെ എവിടെ നിന്ന് വന്നാൽ നമുക്കറിയില്ലല്ലോ, ഇവരൊക്കെ പ്രൂഫ് ഇതൊക്കെ വാങ്ങി വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരേ സമയത്ത് വലിയ കരുതൽ നിങ്ങൾക്ക് നൽകുകയും അവരിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുകയും ചെയ്തു. അതെ, അത് ഞങ്ങൾക്ക് 3 പേർക്കും മനസ്സിലായിരുന്നു. അവരില്ലെങ്കിൽ പിന്നെ എനിക്കവിടെ ഒരു സേഫും ഇല്ല. അവരുള്ള കാരണം ഞാൻ പിന്നെ അവിടെ പിടിച്ചു നിന്നത്. പിന്നെ അന്നത്തെ ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി 8 മണിക്കത്തെ ട്രെയിനാണ് അവർ പോകുന്നത്. അന്ന് എനിക്ക് പെട്ടെന്ന് ലീവ് അങ്ങനെയൊന്നും കിട്ടില്ല. ഇത് ഓൾറെഡി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുത്ത് പോവായിരുന്നു, അവരില്ലാന്ന്. അങ്ങനെ വളരെ കുറച്ച് സമയം വന്നിട്ടുള്ളല്ലോ, ഒറ്റയ്ക്കായി വന്ന സമയങ്ങൾ കാര്യമായിട്ടുണ്ട്? ഇല്ലില്ല, ഞാൻ അവിടെ വന്നേ പിന്നെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ആവേണ്ട ഇത് വന്നിട്ടില്ല. അവർ അത്രയും ലോങ് ആയതുകൊണ്ട് അവർ 1 വർഷം കൂടുമ്പോൾ ഒക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാർ. ഒരു 10 വർഷമായി അവർ കേരളത്തിൽ പല പല ഹോട്ടലിലൊക്കെ അവർ ജോലി ചെയ്ത് വന്നവർ. ഇവിടെ വന്നേ പിന്നെ അവർക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അവർ പോകുമ്പോൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിക്കണേ, വാതിലടയ്ക്കണേ, അതൊക്കെ പറഞ്ഞിട്ട് അവർ പോയത്. എന്നെ ഒരുപാട് വട്ടം ട്രെയിനിൽ കയറുമ്പോൾ എല്ലാം വിളിച്ചുകൊണ്ടിരുന്നു. ഈ മെസ്സേജ് അയക്കുന്നത് അല്ലാതെ ഈ താമസ സ്ഥലത്ത് വെച്ചോ ഹോട്ടലിൽ വെച്ചൊക്കെ എപ്പോഴും വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു അപമാനിക്കാനുള്ള ശ്രമം? വേറെ നോക്കിക്കൊണ്ട് ഒരുമാതിരി തുറിച്ചു നോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എല്ലാ സമയവും ഹോട്ടലിൽ തന്നെയായിരുന്നു. അയാളുടെ ആവശ്യം അവിടെ ഇല്ല. ഒരു ഓണർ എപ്പോഴും ഹോട്ടലിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും അയാൾ അവിടെ തന്നെയായിരുന്നു. അയാളിങ്ങനെ നോക്കിയിട്ട് ഈ മാല പുതിയതാണോ, ഈ കമ്മൽ പുതിയതാണോ, അങ്ങനെയൊക്കെ ഇയാൾ ചോദിച്ചോണ്ടേ ഇരിക്കും വന്നിട്ട്. നമുക്കറിയാം, മനസ്സിലാവും അല്ലേ? അത് മനസ്സിലാവും. അയാൾ ചോദിക്കും, ഈ ഡ്രസ്സ് അന്നിട്ടതല്ലേ, ഇതിട്ടതല്ലേ. പിന്നെ ഇടയ്ക്ക് ചോദിക്കും, പുറത്ത് എന്തെങ്കിലും പോകാനുണ്ടോ, എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ, എന്തെങ്കിലും ഇന്നർ വെയർ എന്തെങ്കിലും മേടിക്കാനുണ്ടോ, അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഇയാൾ സംസാരിക്കുന്ന. ഈ മറ്റു ചില കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഫോൺ വിളിച്ച് കൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീണതാണ്. 2, ഈ മദ്യപിച്ച് താഴേക്ക് വീണതെന്നൊക്കെയുള്ള പ്രചാരണങ്ങളും ആദ്യ ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീക്കെൻഡിൽ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കുന്നത്. അവിടെ ഒരു 3 ബിയറിൻ്റെ കുപ്പിയുണ്ട്, കണ്ടാൽ മനസ്സിൽ ഞങ്ങൾ 3 പേരും ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നു അത്. അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും. അതുമല്ല, അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ. ഞാൻ കുടിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നു ഞാൻ കുടിച്ച് ബോധമില്ലാതായാൽ എനിക്ക് എന്തെങ്കിലും പറ്റും. ആ ഒരു കരുതലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയോ തെറ്റിപ്പോയി. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞു ആശുപത്രി ചെന്നപ്പോൾ ആവശ്യപ്പെട്ടാണല്ലോ? ആണ്, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇയാൾ എന്തൊക്കെയായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഒന്നാമത് ആ CCTVയുടെ കാര്യം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്ന പ്രശ്നം, ഫ്രണ്ട് വീട്ടിൽ വരുന്നത്, അതൊക്കെ അതൊക്കെ ഉള്ളൂ ഇനി അയാൾക്ക് രക്ഷപ്പെടാനുള്ളതായിട്ട്. പിന്നെ ഈ ആദ്യഘട്ടത്തിൽ പക്ഷേ ഈ ആശുപത്രി പോകുന്നു, അവിടെ ആദ്യ രാത്രിയിൽ കാര്യമായിട്ട് നോക്കിയില്ല, പിറ്റേ ദിവസം കുടുംബം വന്ന ശേഷമാണ് നോക്കിയത്. ആ സമയത്തും പുള്ളി മെസ്സേജ് അയച്ചില്ലേ? അത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഇത് പറ്റിയിട്ട് ഞാൻ ആശുപത്രിയിലാവുന്നത്. ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഞായറാഴ്ച ഉച്ചയോടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ICUലേക്ക് മാറ്റുന്നു.
പിന്നെ തിങ്കളാഴ്ച രാത്രി എന്തോ 9:51 അങ്ങനെ എന്തോ സമയത്താണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതിന് മുമ്പുള്ള 2 മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ആ CCTV ക്ലിപ്പായിരിക്കും, അന്ന് ആ പയ്യന്മാർ വന്നതും ഇതൊക്കെ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡോസ് ഫോർ യു അങ്ങനെ എന്തോ ആയിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നവരെ എനിക്കൊന്നും പറയാനില്ല. അയാളുടെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ സത്യമുണ്ട്, അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. അത് പുള്ളി എന്തായാലും ഒന്ന് പേടിച്ചോട്ടെ എന്ന ഒരു രീതി തന്നെയാണ്. ഒത്തുതീർപ്പിന് വല്ല ശ്രമം നടത്തിയോ പുള്ളിയുടെ ഭാഗത്ത് നിന്ന്? അമ്മേനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ രാഹുൽ എന്തോ പറഞ്ഞിട്ട്. പിന്നെ അമ്മയടുത്ത് പറഞ്ഞറിയാതെ കോൾ വന്ന് എടുക്കണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയടുത്ത് പറഞ്ഞു ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതല്ലാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അപ്പോൾ അങ്ങനെ തിരിച്ച് വഴക്കിടാനൊന്നും പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അമ്മ കോള് കട്ട് ചെയ്തു. ഇല്ല, അത് കേട്ട ഉടനെ തന്നെ അമ്മ കോള് കട്ട് ചെയ്തു. അതൊക്കെ ഞാൻ പോലീസ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ FIR എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവർ വന്നിട്ടുണ്ടായിരുന്നെ. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാ. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ആദ്യത്തെ ദിവസം സാധാരണ സ്ഥലത്തിട്ടാണ് പിന്നെ ICUലോട്ടാണ് മാറ്റിയത്. ആദ്യത്തെ ദിവസം ഞാൻ സദാ പോലെ ഏതോ ഒരു വാർഡിലായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചിലരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർമാർ വന്നിട്ട് മോളെ വെള്ളം വേണോ അങ്ങനെ നോക്കി അങ്ങനെ കരയായിരുന്നു ഞാൻ വേദന കൊണ്ട്. പിന്നെ ഇവർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ പറയാം സീരിയസ് ആണ്, ICUവിൽ മാറ്റണമെന്ന്. പക്ഷേ ആ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നെങ്കിൽ ഇയാൾ പറയുന്ന കള്ളക്കഥകൾ ആളുകൾ ഒരു പരിധി വരെ കുറേ പേരെങ്കിലും വിശ്വസിച്ചു. ആയിരിക്കും. അത് മാത്രമേ എനിക്ക് ഭാഗ്യമുള്ളൂ. അതും എൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട്. എൻ്റെ ഫോണില്ലായിരുന്നെങ്കിൽ, ഫോൺ അയാൾ അന്ന് വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും എനിക്ക് എതിരാകുമായിരുന്നു. അത് ഉറപ്പായിട്ടും. എന്നാലും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് സംഭവിച്ചത് അല്ലേ? ഈ അവിടെ തുടരുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി ചുറ്റുപാട് മോശമൊക്കെയാണ് ഇയാൾ മുതലെടുത്തത്. ആണ്, എൻ്റെ അവസ്ഥ അതായിരുന്നു. അത് കേൾക്കുന്നവർക്ക് പറയാം ഇങ്ങനെ കേട്ടാൽ അവിടുന്ന്. പക്ഷെ ഇതൊക്കെ സിനിമയിലല്ലാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഇതുവരെ. എന്തു വന്നാലും ഞാൻ തടുക്കുന്നുള്ള ഒരു മൈൻഡുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ആ അവസ്ഥയെല്ലാം എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരാൾ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വേറെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ബോധം കെട്ട് വീണോന്ന് തന്നെ എനിക്ക്. പക്ഷെ എങ്ങനെയോ ഞാൻ പിടിച്ചു നിന്നു. ഇനിയിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനം അല്ലേ? അതെ, അയാൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അയാൾ ബാക്കി പറയുന്ന കാര്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം അല്ല, അയാൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വേറെ ആളോട് മിണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നു, ആ ഒരു സമയത്ത് കാണാൻ വന്നു, അതൊന്നും അയാൾക്ക് എന്നെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. എന്നാലും വളരെ ശക്തമായി തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. കൃത്യമായ വിശദീകരണങ്ങൾ ഈ ദേവദാസിൻ്റെയും ഒപ്പമുള്ള കുറേ ആളുകളും സമൂഹ മാധ്യമങ്ങളടക്കം നിരന്തരമായി അപമാനിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ വിശദീകരണങ്ങൾ കൂടിയാണ് ഈ യുവതി നൽകുന്നത്. ധീരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനവും.